യൂറോപ്പിന്റെയും ഉപരോധം മൂലം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന്റെ പിടിയിലായ ഇറാന് കൂടുതൽ ആഘാതമായി രാജ്യത്ത് ആഭ്യന്തര പ്രക്ഷോഭം. കുതിച്ചുകയറിയ പണപ്പെരുപ്പം, ഭരണകൂടത്തിന്റെ കെടുംകാര്യസ്ഥത, ചെറിയ തെറ്റുകൾക്ക് പോലും വധശിക്ഷ വിധിക്കുന്ന നിലപാട് തുടങ്ങിയവയ്ക്കെതിരെ ജനങ്ങളും മനുഷ്യാവകാശ സംഘടനകളും തൊഴിലാളി പ്രസ്ഥാനങ്ങളുമാണ് പ്രതിഷേധത്തിന്റെ വഴി സ്വീകരിച്ചത്. 2025 ഇതുവരെ മാത്രം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1000-ലേറെ പേരെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഇസ്രയേലുമായും യുഎസുമായും അടുത്തിടെ നടന്ന സംഘർഷങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിരുന്നു. ഉപരോധം മൂലം രാജ്യത്ത് പണപ്പെരുപ്പം കത്തിക്കയറി, കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. പ്രക്ഷോഭം മൂലം എണ്ണ വ്യവസായം ഉൾപ്പെടെ പല മേഖലകളും ഏറെക്കുറെ സ്തംഭിച്ച മട്ടായി. IMFന്റെ വിലയിരുത്തൽ പ്രകാരം 2025 ഇറാന്റെ GDP വളർച്ച വെറും 0-നടുത്തായിരിക്കും. 2023 5.3%, 2024 3.7%, വളർച്ചാ നിരക്ക്. 43.3% ഇറാനിൽ പണപ്പെരുപ്പം. ലോകത്തെ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പ നിരക്കുകളിലൊന്നാണിത്. ഇന്ത്യയിൽ 1%-നും താഴെയാണെന്ന് ഓർക്കണം. ഓരോ വർഷവും രാജ്യത്ത് ഉൽപ്പന്നങ്ങളുടെ വിലയിലുണ്ടാകുന്ന വർധനയാണ് പണപ്പെരുപ്പം. ഉപരോധത്തിന് പുറമെ ഭരണതലത്തിലെ ക്രമക്കേട്, അഴിമതി തുടങ്ങിയവയും ഇറാനെ വലയ്ക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ഈ വർഷം നടത്തിയ ആക്രമണത്തിൽ ഇറാൻ നേരിട്ടത് ബില്യൺ കണക്കിന് ഡോളറിന്റെ നാശനഷ്ടം. അമേരിക്കയാകട്ടെ കൂടുതൽ ഉപരോധം പ്രഖ്യാപിച്ചതും ഇരുട്ടടിയായി. ഇറാന്റെ എണ്ണ കയറ്റുമതി, കപ്പലുകൾ, ബാങ്കിംഗ് മേഖല തുടങ്ങിയവയ്ക്കാണ് അധിക ഉപരോധം. ഇവയാകട്ടെ ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലുകളായിരുന്നു.